ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു. കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ECG, ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ്. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939335. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനം വകുപ്പ് കേസെടുത്ത യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് എരുമപ്പെട്ടി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റണ്ട പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചിറ്റണ്ട സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. 6 മാസങ്ങൾക്കകം കേരളത്തിൽ പുതിയ പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ എത്രത്തോളം വെറുക്കുന്നുവെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് പണം പിരിക്കുക. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നവകേരള സദസ് കഴിഞ്ഞു. ഇപ്പൊ ഒരു വികസനവും നടത്താത്ത പഞ്ചായത്ത് സംവിധാനങ്ങളെ വെച്ച് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വികസന സദസ് നടത്താൻ പോകും. എന്ത് വികസന സദസ്? കഴിഞ്ഞ 9 വർഷക്കാലമായി പഞ്ചായത്തിന് അനുവദിച്ച പ്ലാൻ ഫണ്ടുകളെല്ലാം വെട്ടിച്ചുരുക്കി, പദ്ധതികളെല്ലാം തകർന്നു. കേരളത്തിലെ റോഡുകളെല്ലാം കുളമായി കിടക്കാണ്. പ്രാദേശികമായുള്ള ഗ്രാമീണ റോഡുകൾ എല്ലാം തകർന്നു തരിപ്പണമായി. ഗ്രാമീണ റോഡുകളിൽ സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തകർന്ന റോഡുകൾ എത്രയാ? കേരളത്തിൽ എന്ത് വികസനമാണ് ഇവർ നടത്തുന്നത്? 4-5 കിലോമീറ്റർക്ക് അപ്പുറത്ത് മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ടവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല, മരുന്നില്ല. സൂചിയും അത് അവർക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി സൂചിയും നൂലുമില്ലെന്ന് പറയുന്നു. വേണ്ട സൗകര്യങ്ങളില്ല. ആവശ്യപ്പെട്ട ഉപകരണങ്ങൾ പോലും കൊടുക്കാൻ കഴിയാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ തന്നെ പറഞ്ഞു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗം മേധാവി മാർക്സിസ്റ്റ് SFI സഹയാത്രികനാ. മുഖ്യമന്ത്രിയെ ജീവന തുല്യവും പിതൃതുല്യനുമായി കാണുന്ന ഹാരിസ് തന്നെ പറഞ്ഞു, ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി ഓപ്പറേഷൻ വന്നപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട്, സാധനങ്ങളില്ലാത്തതുകൊണ്ട് ആ കുടുംബത്തോടെ എങ്ങനെ പറയും വിദ്യാർത്ഥിയാണ്? എന്താ മെഡിക്കൽ കോളേജ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ കൊടുക്കാണ്ട്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷനുകളെല്ലാം നിലച്ചിരിക്കുക.
പല പഞ്ചായത്തുകൾക്കും ഇവിടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുണ്ട്. പല പഞ്ചായത്തുകളിൽ ഓൺ ഫണ്ട് ഇല്ലാതെ അവർക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, മെമ്പർമാർക്ക് ഓണറേറിയം കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തി. ആർക്കു വേണ്ടി? മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പന്റെ നടയിൽ നടത്തിക്കൊണ്ട് അദ്ദേഹം ഭഗവത്ഗീത ഉരുവിട്ടു, രാമായണത്തിലെ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട്. ഇത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും വലിയ നിരീശ്വരവാദിയാണ്. നിരീശ്വരവാദി മാത്രമല്ല, അദ്ദേഹം എല്ലാ മതസമുദായങ്ങളെ അപമാനിക്കുന്നു, ക്ഷേത്ര ആചാരങ്ങളെ ലംഘിക്കുന്നു, അപമാനിക്കുന്നു. മറ്റു സമുദായങ്ങൾ ആചരിച്ചു വരുന്ന അവരുടെ ചടങ്ങുകളെ അപമാനിക്കുന്നു മുഖ്യമന്ത്രി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നടയിൽ വന്ന് ശ്രീകൃഷ്ണനെ അപമാനിച്ചു. പമ്പാ സംഗമം നടത്തിക്കൊണ്ട് അവിടെ അപമാനിക്കപ്പെട്ടു. അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പന്റെ ഫോട്ടോ അല്ല വെച്ചത്, പിണറായി വിജയന്റെയും വാസവന്റെയും പടം വെച്ചു. എന്ത് നടന്നു? 4000 പേർക്ക് 5000 പേർക്ക് സദ്യ കൂട്ടി. ആരാ ഭക്ഷണം കഴിച്ച്? കനകദുർഗയെ കയറ്റി, ബിന്ദു അമ്മണിയെ കയറ്റി ശബരിമലയിലേക്ക് നിരീശ്വര വിശ്വാസികളെ ഒക്കെ കയറ്റി വിട്ടിരിക്കുക. എന്നിട്ട് അവരെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ അഫിഡവിറ്റ്? കോൺഗ്രസിന്റെ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് ഉണ്ട്. അച്യുതാനന്ദൻ കൊടുത്ത അഫിഡവിറ്റ് എന്താ? മണ്ഡലം പ്രസിഡന്റ് എം നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ചന്ദ്രപ്രകാശ് ഇടമന, NK കബീർ, സുന്ദരൻ ചിറ്റണ്ട, MK ജോസ്, MM സലീം, MC ഐജു, റീന വർഗീസ്, അജു നെല്ലുവായി, രഘു കരിയന്നൂർ, K ഗോവിന്ദൻകുട്ടി, സുജാത തുളസി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം. ഈ ഓണക്കാലത്ത് ആറങ്ങോട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, കൈനിറയെ സമ്മാനങ്ങൾ നേടൂ. 22 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങോട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. മികച്ച കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TV തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും 0% EMI സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട്. ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകര. ഫോൺ 9188640063.